അപ്പോഴേ നമ്മുടെ മാങ്ങയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടേ അത് ഇടാനുള്ള ഒരു പരിപാടി നോക്കണേണ്. അപ്പോൾ നമ്മുടെ സാലിച്ചേട്ടൻ 2 കുപ്പി എനിക്ക് മേടിച്ചിട്ട് വന്നിട്ടാ. അതായത് ഇപ്പം മഴയല്ലേ, മാങ്ങ ഉണക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാനോർത്തേ ഉപ്പിലിടാമെന്ന് വിചാരിച്ച്, കട്ട് ചെയ്തിട്ട് ഉപ്പിലിടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ, അത് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ 2 കുപ്പി എനിക്ക് മേടിച്ച് വന്നിട്ടുണ്ട്, നോക്കാം. 2 കുപ്പി. ഇപ്പോൾ തന്നെ വേറൊരു കുപ്പി കൂടി ഉണ്ട് കേട്ടോ, 2 കുപ്പിയുണ്ട്. ഇതാണ് കുപ്പി. ഇപ്പം നല്ല ചില്ലിൻ്റെ കുപ്പിയാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് തുടച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് മാങ്ങ കട്ട് ചെയ്തിട്ട്, ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കണേണ് കേട്ടോ, കട്ട് ചെയ്ത് ഉപ്പിലിടുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്കൊന്ന് കഴുകി നീറ്റാക്കിയിട്ട് വരാം, തുടച്ചിട്ടൊക്കെ വരാം, എന്നിട്ട് മാങ്ങ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണ ഇതാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, തിളപ്പിച്ച് ആറ്റി വെച്ചിരിക്കുകയാണ് ഉപ്പ് വെള്ളം. കല്ലുപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. ഇതാണ് ഉപ്പ് വെള്ളം, ഇതാണ് ഉപ്പ് വെള്ളം. പിന്നെ മാങ്ങ നമ്മൾ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തേക്കണത്, ഇത് കണ്ട, ഈ ടൈപ്പാണ് കട്ട് ചെയ്തേക്കണത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഇത് പച്ചനെയാണ്. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഈ മാങ്ങ ഒന്ന് പതുക്കെ ഒന്ന് വെള്ളത്തിൽ, ഈ ഉപ്പുവെള്ളത്തിൽ തന്നെ ഒന്നിട്ട് പെട്ടെന്നൊന്ന് കോരിയെടുക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടും, അപ്പോൾ പെട്ടെന്ന് റെഡിയാവും. ഇതിപ്പോൾ ഞാൻ അങ്ങനെ വാട്ടിയത് കാരണം ഇത് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞാണ് എടുക്കുന്നത്. ഇപ്പോൾ മഴക്കാലത്തൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്ന കറികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത് നമുക്കിത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ ഇട്ട് വെച്ചാലുണ്ടല്ലോ, മഴക്കാലമൊക്കെ ആകുമ്പോൾ കറിയൊന്നും കിട്ടിയല്ല. അപ്പോൾ ഇത് 2 കഷ്ണം ഇതെടുത്തിട്ട് ചാലിക്കേ, അല്ലെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാലിട്ടെടുക്കേ, അല്ലെങ്കിൽ പച്ചന ചാലിച്ചിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കണ കറിയുണ്ട്, അങ്ങനെ റെഡിയാക്കാം. പിന്നെ തേങ്ങാപ്പാലിട്ട് താളിച്ച് റെഡിയാക്കാം, പിന്നെ വെറുതെ ചാലിച്ചെടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അങ്ങനെ 3 ടൈപ്പ് വെക്കാം. അപ്പോൾ ഞാനിത് കുപ്പിയിൽ നിറച്ചിട്ടാണ്, ഇത്രയേ കൊള്ളുള്ളൂ. കുപ്പി അത്ര വലുതല്ല, നമ്മുടെ സാലിച്ചേട്ടൻ ഇത് എന്നെ പറ്റിച്ചതാണ്, ചെറിയ കുപ്പി മേടിച്ചിട്ട് വന്ന്. ഞാൻ വലിയ കുപ്പിയാണ് പറഞ്ഞത്, പക്ഷെ പുള്ളി കൊണ്ടുവന്നേക്കണത് ഇപ്പോൾ ചെറിയ കുപ്പിയാണ്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് വട്ടം വട്ടം കട്ട് ചെയ്തതാണ്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇതെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മാങ്ങയും എടുക്കണം, അതിൻ്റെ ഈ വെള്ളവും കൂടി എടുക്കണം കേട്ടോ, അപ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. ചാലിക്കുമ്പോൾ ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. മുങ്ങത്തക്ക രീതിയിൽ ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഉണ്ടാ ഉപ്പുവെള്ളം നിറഞ്ഞിട്ടുണ്ട്, പച്ചവെള്ളമൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയായിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇത്തിരി 2 കഷ്ണം മാങ്ങയും ഇതിൻ്റെ ഇത്തിരി വെള്ളവും 2 കഷ്ണം പച്ചവളവും ഇച്ചിരി മുളക് പൊടിയും ഇത്തിരി പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചങ്ങാട് എടുക്കുമ്പോൾ വേണ്ട കറി എന്താണെന്നറിയാമോ? ഇപ്പം തന്നെ വായി വെള്ളം പനി. അപ്പോൾ നമ്മുടെ ഒരു കുപ്പി റെഡിയായിട്ടാ. ഇതാണ് ഒരു കുപ്പി. ഇനി നമുക്ക് അടുത്ത കുപ്പിയും കൂടി ഇടാം. ഇതുപോലെ തന്നെ മാങ്ങ ബാക്കി വരുമെന്നാണ് തോന്നണത്. ഇത് കടകളിൽ നമ്മൾ വല്ല സോഡയോ സർബത്തൊക്കെ കുടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇങ്ങനെ നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തിയൊക്കെ എനിക്ക് എന്ത് കൊതിയാണെന്നറിയാമോ. ഞാൻ ഇങ്ങനെ നെല്ലിക്ക ഇടാറുണ്ട് കേട്ടോ, ഇങ്ങനെ മാങ്ങ ആദ്യമായിട്ടാണ് ഇടുന്നത്. കൊള്ളൂല്ല, ഇത്രയേ കൊള്ളുള്ളൂ. ഈ പച്ചവെള്ളം ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. എൻ്റെ കാന്താരി മുളകൊക്കെ കാലഹരണപ്പെട്ടു. ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പുവെള്ളമാണ്, ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം.
നിറഞ്ഞു. അങ്ങനെ നമ്മുടെ മാങ്ങ ഉപ്പിലിട്ടത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ മഴക്കാലത്തൊക്കെ ഇത്തിരി ഉണക്കച്ചെമ്മീൻ, ഉണക്കപ്പള്ളത്തി, ഇതുപോലെ മാങ്ങ ഉപ്പിലിട്ടത്, അമ്പഴങ്ങ ഉപ്പിലിട്ടത്, അച്ചാർ, ഇതൊക്കെയാണ് നമ്മുടെ കറി കേട്ടോ. മീനൊക്കെ കിട്ടാൻ ചാൻസ് കുറവല്ലേ ആ സമയത്ത്. മഴക്കാലത്തൊക്കെ ആര് പുറത്ത് പോകാനാണ്. പിന്നെ പരിപ്പ, അങ്ങനെയുള്ള കടല, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും. പിന്നെ ഇതുപോലെ മാങ്ങ ഉണ്ടാവും. ഇപ്പം ഞാൻ കുറച്ച് മാങ്ങ ഉപ്പിലിട്ട്, ചെറിയ ടൈപ്പ് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അമ്പഴങ്ങ കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതായി, പിന്നെ അച്ചാർ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞാൻ മഴക്കാലത്തൊക്കെ കരുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദിയോടെ ഓക്കേ.